ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു അടിപൊളി ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഇറച്ചി നല്ല കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യണം. കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിന് സ്വാദേറും. ഇറച്ചി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്കാക്കി നമുക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇറച്ചി കുക്കറിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിക്കാം. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്യുന്നത് വിറകടുപ്പിലാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് വഴറ്റുക. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് അതുപോലെ തന്നെ വഴറ്റുക. പിന്നെ അതിലേക്ക് സവാള, കറിവേപ്പില, പച്ചമുളക് ഇത് നന്നായിട്ടിട്ട് വഴറ്റണം. ഉപ്പിട്ടാണ് വഴറ്റുന്നത്, എന്നാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റണം. പിന്നെ അതിനുശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മീറ്റ് മസാല, ഗരം മസാല ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നമ്മൾ കുക്കറി വെച്ച് ബീഫ് ഇവിടെ സെറ്റായിരിപ്പുണ്ട്. അത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം ഇനി നമുക്കിത് വേവാനായിട്ട് മൂടി വെക്കണം. വിറകടുപ്പിൽ ഇറച്ചി വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് വെള്ളം പറ്റുന്നവരെ ഇത് ഡ്രൈ ആക്കാം. നമ്മളിത് ഡ്രൈ ആക്കുന്നില്ല, ഒരു കുഴമ്പ് രൂപത്തിലേക്കാണ് മാറ്റുന്നത്.